ഇനി നോക്കാം കാർഷിക വാർത്തകൾ. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability. റബ്ബർ ഉപേക്ഷിച്ച് കർഷകർ പൈനാപ്പിൾ കവുങ്ങ് കൃഷിയിലേക്ക് തിരിയുന്നു. റബ്ബറിന്റെ വില കിട്ടാത്തതും അടയ്ക്ക വില ഉയർന്നതുമാണ് കർഷകരെ കവുങ്ങിലേക്ക് കൂടുതലായി ആകർഷിക്കുന്നത്. കോട്ടയത്താണ് റബ്ബർ ഉപേക്ഷിച്ച് മറ്റ് കൃഷിയിലേക്ക് തിരിയുന്ന കർഷകരുടെ എണ്ണം കൂടുന്നത്. തുടർച്ചയായ വിലയിടിവാണ് റബ്ബർ കർഷകരുടെ നിരാശയ്ക്ക് കാരണം. ഇതുമൂലം പൈനാപ്പിൾ കവുങ്ങ് കൃഷിയിലേക്ക് താൽപര്യം പ്രകടിപ്പിക്കുകയാണ് പല കർഷകരും. അടയ്ക്ക വില ഉയർന്നതാണ് കർഷകരെ കവുങ്ങ് കൃഷി തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. റബ്ബർ പുനഃകൃഷിക്ക് റബ്ബർ ബോർഡും സംസ്ഥാന സർക്കാരും സഹായവുമായി രംഗത്തുണ്ടെങ്കിലും താൽപര്യക്കുറവ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് കർഷകർ. ടാപ്പിങ്ങിന് ആളെ കിട്ടാത്തതും മേഖലയിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരളയുടെ പ്രതിഭ ക്ഷീരരത്ന അവാർഡുകൾ പ്രഖ്യാപിച്ചു. ക്ഷീരമേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെറ്റിനറി അസോസിയേഷൻ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിന് ഏറ്റവും മികച്ച ക്ഷീരസംരംഭകന് ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ക്ഷീരപ്രതിഭ. ഇത്തവണ വയനാട് പുൽപ്പറമ്പിൽ ഡയറി ഫാം നടത്തുന്ന PI തങ്കച്ചനാണ് ക്ഷീരപ്രതിഭ പുരസ്കാരത്തിന് അർഹനായത്. മലപ്പുറം നിലമ്പൂർ സ്വദേശി യുവക്ഷീര കർഷകൻ ഡോൺ മാത്യുവിനാണ് ക്ഷീരരത്ന പുരസ്കാരം. ക്ഷീരമേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക എന്നത് ലക്ഷ്യത്തോടെ വെറ്റിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷനാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. പശുക്കുട്ടികളും പശുക്കളുമായി 10 എണ്ണത്തിനെ വളർത്തുന്ന മാതൃകാ ക്ഷീര കർഷകനാണ് ക്ഷീരരത്ന പുരസ്കാരം. 11 മുതൽ 50 വരെ പശുക്കളെ വളർത്തുന്ന മാതൃകാ ക്ഷീര സംരംഭകനാണ് ക്ഷീരപ്രതിഭാ പുരസ്കാരം. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 120ഓളം കർഷകരാണ് ഇത്തവണ പുരസ്കാരത്തിന് അപേക്ഷിച്ചത്. ജില്ലാ സംസ്ഥാന തലങ്ങളിൽ അവാർഡ് നിർണയ പരിശോധന പൂർത്തിയാക്കിയാണ് ജേതാക്കളെ തിരഞ്ഞെടുത്തതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2025 ഡിസംബർ 27 തിരുവനന്തപുരത്ത് നടക്കുന്ന IVI കേരളയുടെ വാർഷിക സമ്മേളനത്തിൽ സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ജേതാക്കൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. 25,000 രൂപയുടെ പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചരിത്രത്തിലാദ്യമായി ഡിസംബറിൽ പൈനാപ്പിളിന് കനത്ത വില. ഓറഞ്ച്, ആപ്പിൾ പോലുള്ള പഴങ്ങളുടെ ലഭ്യത കുറഞ്ഞതാണ് പൈനാപ്പിളിന് നേട്ടമായത്. ഡിസംബറിലെ തണുപ്പിലും പൈനാപ്പിൾ വില കുതിപ്പിലാണ്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഡിസംബറിൽ പൈനാപ്പിളിന്റെ മൊത്തവില കിലോഗ്രാമിന് 48 രൂപയായി ഉയർന്നു. ക്രിസ്മസിന് വില 50 രൂപ വരെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പൈനാപ്പിൾ പഴുത്തതിന് 48 രൂപയായി ഉയർന്നപ്പോൾ പച്ചയ്ക്ക് 34 രൂപയും സ്പെഷ്യൽ ഗ്രേഡ് പച്ചയ്ക്ക് 36 രൂപയുമാണ് ഇന്നലെ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിലെ വില. സാധാരണയായി തണുപ്പ് കാലമായതിനാൽ ഡിസംബർ മാസത്തിൽ പൈനാപ്പിൾ വില താഴുകയാണ് പതിവ്. എന്നാൽ ഓറഞ്ച് അടക്കമുള്ള മറ്റ് പഴവർഗ്ഗങ്ങളുടെ ലഭ്യത കുറഞ്ഞതും മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആവശ്യക്കാർ ഏറിയതുമാണ് വില വർധനയ്ക്ക് കാരണമെന്ന് പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഓറഞ്ച്, ആപ്പിൾ എന്നീ പഴവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ചെലവ് വർദ്ധിപ്പിക്കുമെന്ന ആരോപണവുമായി കയറ്റുമതിക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതെല്ലാം പ്രാദേശിക വിപണിയിൽ പൈനാപ്പിളിന്റെ ഡിമാൻഡ് ഉയർത്തിയിരിക്കുന്നത്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പഴുത്ത പൈനാപ്പിളിന് ആവശ്യക്കാരുണ്ട്. ദിവസവും 1000 ടണ്ണിലേറെ പൈനാപ്പിൾ വടക്കേ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ചില്ലറ വിൽപ്പന വിലയും 50 മുതൽ 70 രൂപ വരെയായി ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. Agri News sponsored by Shallow Mattress, Everlasting Comfort and Durability.